ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്മൃതി അനീഷ്. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ഓൾറെഡി തൊട്ട് മുന്നത്തൊരു വീഡിയോ ഈ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് സെക്ഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഡീപ്പ് നെക്കിൽ നമ്മൾ കൊടുത്ത ഷോൾഡറും അതുപോലെ തന്നെ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നതും ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിൻറ്റും ബെൽറ്റ് കട്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട്. ഈ ഒരു വീഡിയോയിൽ സ്റ്റിച്ചിങ് ആണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ജസ്റ്റ് ഈ ഒരു കഴിഞ്ഞ വീഡിയോയിൽ എന്തൊക്കെയാണ് പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് കാണിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ. നമ്മൾ ഇതേപോലെ ലൈനിങ് പാർട്ട് ക്രോസിൽ കട്ട് ചെയ്ത് എടുത്തെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് നമുക്കിനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. നോർമൽ ബ്ലൗസിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മെയിൻ ഫാബ്രിക്കും ലൈനിങ് ഫാബ്രിക്കും കൂടെ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്യുമ്പോൾ നല്ല വശവും ചേർത്ത് വെച്ചിട്ടല്ല, റോങ് സൈഡും ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ലൈനിങ്ങും മെയിൻ പാർട്ടും കൂടെ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ട് എക്സസ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ മെയിൻ പാർട്ടിൻ്റെ പീസ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റണം. കണ്ട, ഇതേപോലെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ലൈനിങ് ആണ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുള്ള, ബാക്കി നമ്മൾ കുറച്ച് കൂടുതലിട്ട് ലെവൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇനിയും ചെയ്ത് കൊടുക്കുക. ലൈനിങ്ങും മെയിൻ പാർട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരേ ലെവൽ പിടിച്ച് വേണം ചെയ്യാനായിട്ട്. ഇടഭാഗം കൊമളിച്ചൊന്നും നിൽക്കല്ല. തയ്ച്ച് കഴിയുമ്പോൾ ആ ഒരു ഭാഗം മാത്രം ലൂസായിട്ട് വരും. അപ്പോൾ ഒരേപോലെ ലെവലാണോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം ഇതേപോലെ ചെയ്ത് കൊടുക്കും. ഫ്രണ്ട് പാർട്ടും എക്സസ് ആയിട്ടുള്ള പാർട്ട് മെയിൻ പാർട്ടിൻ്റെ ഇതേപോലെ ലൈനിങ്ങിൻ്റെ പാകത്തിന് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബെൽറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് ഫാബ്രിക് നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും പലരും തയ്ക്കുമ്പോൾ ഇത് തിരിഞ്ഞും മറിഞ്ഞും പോകാറുണ്ട്. അപ്പോൾ ആ തിരിഞ്ഞും മറിഞ്ഞും പോകാതിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ, ഞാനിപ്പം മെയിൻ പാർട്ടിൻ്റെ ഫാബ്രിക് തന്നെയാണ് രണ്ട് പാർട്ടായിട്ടുള്ള എടുത്തിട്ടുള്ള, ഒരു സൈഡിൽ തന്നെ 3 പീസ് വേണം. അപ്പം ഞാൻ ഒന്നിച്ചുള്ളൊരു ക്ലോത്ത് ഇങ്ങനെ മടക്കിയിട്ട് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്കിനി കട്ട് ചെയ്ത് 2 പീസായിട്ടാണ് വരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ കറക്റ്റ് നമുക്ക് വരേണ്ട ലെവലിൽ ഇതേപോലെ വെക്കുക. ഇത് നമ്മുടെ സെൻറ്റർ സൈഡാണ്. ആ ഒരു സെൻറ്റർ സൈഡ് കറക്റ്റായിട്ട് ഈ ഒരു സൈഡിലും വെച്ചു, ഈ സൈഡിലും കറക്റ്റ് ഇതേപോലെ ഒരു സെൻറ്റർ സൈഡ് വരത്തക്ക വിധം ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടൊന്ന് പിൻ കുത്തി കൊടുക്കുക. നിങ്ങൾ ഇതുപോലെ ആദ്യമേ ലെവലും എല്ലാം വെച്ച് നോക്കിയതിന് ശേഷം തയ്ക്കുവാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും പോകാതെ ഇരിക്കും. എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് നമ്മൾ കുത്തി വെച്ച പിന്നെല്ലാം ഇതുപോലെ ഊരി മാറ്റി കൊടുക്കുക. ഊരി മാറ്റി കൊടുത്തതിന് ശേഷം വേണ്ടത് ലൈനിങ്ങിൻ്റെ ഈ ഒരു പാർട്ട് നമ്മൾ ഇതേപോലെ നിവർത്തിയിടും. ഇങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുത്താൽ ലൈനിങ്ങിൻ്റെ സെൻറ്ററിലാവും. പക്ഷേ ആ മെത്തേഡിലല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ലൈനിങ് ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ വശത്തിൽ ഇതുപോലെ പതിപ്പിച്ചൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നല്ല ഫാബ്രിക്കിൻ്റെ ആ ഒരു സൈഡിലേക്ക് സ്റ്റിച്ചിങ് കയറി വരാൻ പാടില്ല. എന്നിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് മറിച്ചു. എന്നിട്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ ആ ഒരു അതേ ഷേപ്പിൽ തന്നെ, ആ ഒരു ബെൽറ്റിൻ്റെ ഷേപ്പിൽ ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്റ്റിച്ച് ഇട്ടതിന് ശേഷം എക്സസ് ആയിട്ട് നിൽക്കുന്നത് കട്ട് ചെയ്ത് കളയുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു സൈഡിൽ ഇതുപോലെ ഡാർട്ടും കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഒരു സൈഡിൽ ഡാർട്ട് ഉണ്ടാവില്ല, നമ്മൾ ഒരു സൈഡിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഈ സൈഡിൽ നിങ്ങൾക്ക് ഇതേപോലെ കാര്യങ്ങൾ വരുത്താനായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ റോങ് സൈഡും കൂടി ഇതേപോലെ ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് എല്ലാം ഒരേ ലെവലാണോ എന്നല്ല സൈഡെല്ലാം നോക്കി കറക്റ്റ് ലെവലിൽ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് പതിപ്പിച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഇതേപോലെ ഒന്ന് കൈ വെച്ച് പതിപ്പിച്ച് കൊടുത്തു കഴിയാമെങ്കിൽ നമ്മൾ ഇങ്ങ സൈഡിൽ വരച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, കണ്ടോ, ചെറുതായിട്ട് ഇവിടെ ഡോട്ട് ലൈൻസ് വീണു. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷനും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇതപ്പം നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതിലൂടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമ്മുടെ ഈ ഒരു ട്രേസിങ് വീൽ യൂസ് ചെയ്തിട്ടൊന്ന് അമർത്തി ഒന്ന് ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ ആ ഡോട്ടഡ് ലൈൻ വീഴും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഒത്തിരി സിൽക്ക് ടൈപ്പ് തുണികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വലിക്കുന്ന സമയത്തുള്ള തുണിക്ക് ഡാമേജ് ഒക്കെ വന്നു പോകും. ചിലപ്പോൾ നല്ല തുണി ആയതുകൊണ്ട് ആ ഡോട്ടഡ് ലൈൻ ചിലപ്പം ഇതിൻ്റെ ഈ നല്ല അതൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ, അല്ലാതെ കോട്ടൺ ഇപ്പം ഈ ഒരു ക്ലോത്തിനൊന്നും ആ ഒരു പ്രശ്നമൊന്നും തന്നെ ഇല്ല. പക്ഷെ അപ്പോൾ അത് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു ലൈൻ നമുക്ക് അവിടെ ചെറുതായിട്ട് കാണാമല്ലോ, എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തെളിച്ച് വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ 2 സൈഡും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡാർട്ട് ഇതേപോലെ വരച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ രണ്ടാമത് തയ്ക്കുന്ന സമയത്ത് നോക്കേണ്ട ആവശ്യം വരികയില്ല. ഇനി നമുക്ക് ഡാർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു സെൻറ്ററിലെ ഈ ഒരു ഡാർട്ടിൻ്റെ ലൈൻ ഉണ്ടല്ലോ, അത് ഇതേപോലെ മടക്കിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സെൻറ്റർ പാർട്ടിൽ ഡാർട്ട് ഇടാനായിട്ടും അതും ഇതേപോലെ ആ ഒരു സെൻട്രൽ ലൈൻ ഇതുപോലെ മടക്കിയിട്ട്
നമ്മൾ ഈ വരച്ച ലൈനിലൂടെ ഇതേപോലെ സ്റ്റിച്ച് ഇടുക. ഇതുപോലെ അടിച്ചിങ്ങനെ ഇറക്കുവാണ് ചെയ്യേണ്ടത്. അവിടെ വെച്ച് ഇങ്ങനെ പോയിന്റ് പോലെ നിൽക്കരുത്. അതായത് കറക്റ്റ് ആ പോയിന്റ് വെച്ച് അടിച്ചിറക്കരുത്. അടിച്ചിങ്ങനെ നീക്കി ഇതേപോലെ ഇങ്ങനെയാണ് ഇറക്കി കൊടുക്കേണ്ടത്. ഇനി ആം ഹോളിലെ ഡാർട്ടും ഇതേപോലെ തന്നെ കണ്ടോ, ഞാൻ ഇതേപോലെ ആ ഒരു സെൻട്രൽ ലൈനിൽ ഇതേപോലെ പിടിച്ച് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഒരുപോലെ നിൽക്കണം. എന്നിട്ട് ഇതേപോലെ ആം റൗണ്ടിലത്തെ നമ്മുടെ ഈ ഒരു ഡാർട്ടും ഈ ഒരു വി ഷേപ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഇറക്കി ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് കറക്റ്റ് പോയിന്റ് വെച്ച് അടിച്ച് നിർത്തരുത്. ഇങ്ങനെ ആ ഒരു പാർട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിടക്കും. ഇനി നമുക്ക് ഈ ഒരു ബെൽറ്റ് മെയിൻ പീസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ രണ്ടും ഒരേ വീതിയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കട്ടിങ് കറക്റ്റ് ആണ്. എന്തെങ്കിലും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ബെൽറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് വന്ന മിസ്റ്റേക്ക് കൊണ്ട് സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ ഡാർട്ട് ഇട്ടപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. ഇതേപോലെ നല്ല വശവും ചേർത്ത് വെച്ച് കൊടുത്ത് ഇതേപോലെ സ്റ്റിച്ചിട്ട് വരിക. സ്റ്റിച്ചിട്ട് വരുമ്പോൾ നമ്മുടെ ഡാർട്ടിൻ്റെ മെയിൻ ഡാർട്ട് ഉണ്ടല്ലോ, അതിങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് ചെയ്താൽ വലിയൊരു ഉടക്ക് പോലെ ഇരിക്കാതിരിക്കും. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അവിടെ ഒരു പിടുത്തം നിൽക്കത്തില്ല. അപ്പോൾ അത് ഇതേപോലെ സ്റ്റിച്ചിട്ടെടുത്ത് കണ്ടോ, എന്നിട്ട് നിവർത്തി കഴിയുമ്പോൾ കണ്ടോ കറക്റ്റ് വീതിയിൽ കറക്റ്റ് നമ്മുടെ അവിടെ ഒരു ബ്ലൗസിൻ്റെ അതേ രീതിയിൽ തന്നെ വന്നില്ലേ. അപ്പോൾ രണ്ട് പാർട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഇതുപോലെ സെൻറ്റർ ഒന്ന് വെച്ച് നോക്കണം. സെൻറ്ററിലത്തെ രണ്ട് ഡാർട്ടും ഒരേ ലെവലിൽ നിൽക്കണം. നമ്മുടെ ഈ ഒരു ബെൽറ്റിൻ്റെ കട്ടിങ്ങിൻ്റെ ഈ ഒരു പാർട്ടും ഒരേ ലെവലിൽ നിൽക്കണം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കട്ടിങ്ങിനകത്ത് കംപ്ലയിൻറ്റ് ഇല്ലെന്നുള്ളതാണ്. കറക്റ്റായിട്ട് നിങ്ങൾ ആ കണക്ക് പ്രകാരം മാർക്ക് ചെയ്തതെല്ലാം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് മിസ്റ്റേക്ക് ഒന്നും വരാതെ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി വലതുവശത്തെ ബ്ലൗസ് പീസ് എടുത്തിട്ട് അവിടെ നമുക്ക് ഹുക്ക് വെക്കാനായിട്ടുള്ള പടിയാണ് വെച്ച് കൊടുക്കേണ്ടത്. പടിയുടെ വീതി ഞാൻ 3 ഇഞ്ച് ഈ ഒരു പീസിന് വീതി എടുത്തിട്ടുണ്ട്. ലെങ്ത് നമ്മുടെ ഈ ഒരു ബ്ലൗസിന് ഫ്രണ്ട് പാർട്ടിൻ്റെ ഹുക്ക് വെക്കുന്ന ആ സൈഡിലത്തെ ലെങ്ത് എത്രയാണോ അതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ എടുക്കുക. ഈ ഒരു ലെങ്തിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ ലെങ്തിൽ വേണം ഇതുപോലൊരു പീസ് നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. എന്നിട്ട് ഈ എടുത്തിരിക്കുന്ന ഈ ഒരു പീസിനെ ഇതുപോലെ നേരെ നടുകെ മടക്കിയിട്ട് ഇതേപോലെ വെക്കുക. കണ്ട, ഈ താഴ്ഭാഗത്തെ ഈ ഒരു ലെവൽ നമ്മൾ ഇങ്ങനെ മടക്കി അടിച്ച് കൊടുക്കേണ്ട. അപ്പോൾ അതിനാണ് താഴോട്ട് നമ്മൾ പീസിനെ തെള്ളിയിട്ട് തയ്ച്ചിട്ടുള്ളത്. കണ്ടോ, ഇതേപോലെ താഴ്ഭാഗത്താണ് എക്സ്ട്രാ കൊടുത്ത 1 ഇഞ്ച് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. എന്നിട്ട് ഇതേപോലെ അരികെ ചേർത്ത് 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ചിട്ടിട്ട് ഇതിനെ ഇതുപോലെ പതിപ്പിച്ച് വെച്ചിട്ട് അരികെ ചേർത്ത് ഒരു സ്റ്റിച്ച് കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഈ ബാലൻസ് നിൽക്കുന്ന ഈ ഒരു പീസ് ഒന്നിൽ കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കുഴപ്പമില്ല, നമുക്ക് അകത്തോട്ട് മടക്കാനുള്ളത് മാത്രം കിട്ടിയാൽ മതി. എന്നിട്ട് ഇതേപോലെ കൃത്യം നമ്മൾ ഈ ഒരു ഭാഗത്ത് 1/4 ഇഞ്ച് നമുക്ക് അവിടെ ആ ഒരു നമ്മൾ തയ്ച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ആ ഒരു വീതിയിൽ ഇതേപോലെ തയ്ച്ചു കൊടുക്കുക. ഇവിടെ ഹെമ്മിങ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറു സൈഡിൽ ഹുക്കിന് ഹോൾ വെക്കുന്ന പടിയും കൂടെ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഹുക്കിന് ഹോൾ വെക്കാനുള്ള പടിക്ക് ഒരു 3.5 ഇഞ്ച് വീതി കൊടുക്കാവുന്നതാണ്. 3 ഇഞ്ചാണെങ്കിലും മതി. നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഉള്ളിലോട്ട് പോകുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ അത് ഇച്ചിരി വീതി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. തീരെ വീതി കുറഞ്ഞാൽ വളരെ വൃത്തികേടാകും. നമ്മൾ ഹുക്ക് ഇട്ട് കഴിയുമ്പോൾ ചെറിയൊരു ഗ്യാപ്പിലൂടെ ഇങ്ങനെ ഒരു വിടവ് പോലെ കാണും. അപ്പോൾ ഒരു ഇച്ചിരി വീതിയുള്ളതാണ് നല്ലത്. ലെങ്ത് നമ്മൾ ഹുക്ക് വെക്കാനായിട്ടുള്ള പടിക്കെടുത്ത് സെയിം ലെങ്ത് തന്നെ, വീതിക്ക് മാത്രം കുറച്ചൊന്ന് കൂടുതൽ ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ നല്ല വശം ഇതേപോലെ ചേർത്ത് വെക്കുക. താഴത്തേക്ക് കുറച്ച് പീസ് നമ്മൾ തെള്ളിയിടണം, അവിടെ നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേപോലെ 1/2 ഇഞ്ച് വീതിയിൽ, നമ്മൾ 1/2 ഇഞ്ചാണ് സീം അലവൻസ് സെൻറ്റർ പാർട്ടിൽ ഇട്ടിട്ടുള്ളത്, ആ 1/2 ഇഞ്ച് വീതിയിൽ ഇതേപോലെ മേള് വരെ സ്റ്റിച്ചിട്ട് വരിക. ഇതേപോലെ സ്റ്റിച്ചിട്ട് വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു പാളിയെ ഇതേപോലെ നിവർത്തിയിട്ട് നമ്മൾ താഴത്തേക്ക് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട ഭാഗമുണ്ട് അതിനെ ഇതുപോലെ മടക്കുക. സൈഡ് പാർട്ട് 1/2 ഇഞ്ച് മടക്കിയിട്ട് നേരെ നമ്മൾ ആദ്യം സ്റ്റിച്ചിട്ട് ആ ഒരു ദിശയിലേക്ക് ഇതേപോലെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് നമുക്കിവിടെ ഒരു വി ഹോൾ ഇട്ട് കൊടുക്കണം, ഹുക്കിൻ്റെ ഹോളിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം എവിടെയൊക്കെ വേണം നമുക്ക് ഈ ഒരു ഹോൾസ്, ഹുക്കിൻ്റെ ഹോൾ നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തയ്ക്കുന്ന സമയത്ത് നമുക്കത് നോക്കി ആ ഒരു വി ഇട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ ഹോൾസും കാര്യങ്ങളും എല്ലാം സ്റ്റിച്ചിട്ട് കൊടുത്തു. ലാസ്റ്റിലത്തെ വരുമ്പോൾ നമ്മൾ നെക്ക് ഹെം ചെയ്യാനായിട്ടുള്ള ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ വി ഹോൾ എൻഡ് ചെയ്ത് നിർത്തും. എക്സസ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ ഇതിനെ കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ താഴ്ഭാഗം നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് പാർട്ടിൻ്റെ താഴ്ഭാഗം ഫിനിഷ് ചെയ്യാനായിട്ട് ലൈനിങ് ഇതേപോലെ 4 ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഒരു പീസ് എടുക്കുക. ലെങ്ത് ഇതിന് എത്രയുണ്ടോ ലെങ്ത് ആ ലെങ്തിലാണ് മുറിച്ചെടുക്കേണ്ടത്. എന്നിട്ട് അതിനെ ഇതേപോലെ മടക്കി വെച്ചിട്ട് നല്ല വശത്തിൽ ഇതേപോലെ വെച്ച് 1/2 ഇഞ്ച് വീതിയിൽ ഇതേപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇതേപോലെ നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിനിങ്ങനെ നിവർത്തി
നിവർത്തി വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ ആ ഒരു സൈഡിലോട്ട് ഇതേപോലെ പതുക്കി വെച്ചൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ആ പടിയുടെ സൈഡിലൂടെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിനി മടക്കി വെച്ച് ഹെം ചെയ്യുവാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കിനി ഫ്രണ്ട് പാർട്ട് ഇതേപോലെ നല്ല വശവും ചേർത്ത് വെക്കുക. രണ്ട് സൈഡിലും ഇതേപോലെ ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഷോൾഡർ ടു ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സൈഡ് പാർട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൗസ് കംപ്ലീറ്റ് ആയി. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ ഇതേപോലെ വെച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് സൈഡെല്ലാം കറക്റ്റായിട്ട് വരും. ഇങ്ങനെ വന്നില്ലെന്നുണ്ടെങ്കിൽ കട്ടിങ്ങിലെ മിസ്റ്റേക്ക് കൊണ്ടാണ് വരാത്തത്. അപ്പോൾ ഇതേപോലെ ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി സൈഡ് പാർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ സൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ ഓൾറെഡി നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ആം റൗണ്ട് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുള്ള ഏറ്റവും നല്ല ഫിനിഷിങ് നമ്മൾ നെക്കിനൊക്കെ ചെയ്യുന്നത് പോലെ, നെക്ക് ബയാസ് സ്ട്രിപ്പ് ഇട്ട് ചെയ്യുന്നത് പോലെ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ സൈഡ് അവരൊന്ന് മടക്കി വെച്ചിട്ട് ചെയ്യുന്നു. സ്ലീവ് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യില്ല, സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ സൈഡ് പാർട്ട് ജോയിൻ ചെയ്യാനായിട്ട്. സ്ലീവ് കട്ടിങ്ങിൻ്റെയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് നോക്കാവുന്നതാണ്. സ്ലീവ് കട്ടിങ് കൂടെ ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് ലെങ്തി ആകും. ഇതൊരു സ്ലീവ്ലെസ് ബ്ലൗസ് ആയിട്ട് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കാണിക്കാത്തത്. ഇനി മുന്നോട്ടുള്ള വീഡിയോസിലൊക്കെ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന പഫിൻ്റെ സ്ലീവിൻ്റെ ഒക്കെ നിങ്ങളിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കാണിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി നമുക്കടുത്ത് നെക്ക് നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതേപോലെ ബയാസ് സ്ട്രിപ്പ് കട്ട് ചെയ്യണം. 1 ഇഞ്ച് വീതി മതി. ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 1.25 ഇഞ്ച് വീതിയിൽ നിങ്ങൾ എടുത്തോളൂ. ഞാനിപ്പോൾ ഈ ഒരു സ്കെയിലിൻ്റെ വീതി എടുക്കുന്നത് 1 ഇഞ്ച് വീതിയാണ് നമുക്ക് ഈ ഒരു സ്ട്രിപ്പിനുള്ളത്. ഇതേപോലെ 1 ഇഞ്ച് വീതിയിൽ ഇതേപോലെ നമ്മൾ സ്ട്രിപ്പ് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ പറയുന്ന പോലെ 1.5 ഇഞ്ച് വീതിയിലൊക്കെ എടുത്ത് കഴിയുമ്പോൾ 1 ഇഞ്ച് വീതിയിൽ അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1.5 ഇഞ്ച് വീതിയിലൊക്കെ എടുത്ത് മടക്കി അടിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പിന്നെ വീതി കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് നല്ല കുറച്ച് വീതി കുറഞ്ഞിരിക്കാനാണ് നെക്കിൻ്റെ പാർട്ടൊക്കെ ഫിനിഷ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലത്. ഇനി ഈ സ്ട്രിപ്പ് തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ വെച്ചിട്ട് വേണം അറ്റാച്ച് ചെയ്യാൻ. കണ്ട് ഇങ്ങനെ കോൺ പോലെ വരുന്നിടം വെച്ചാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ഈ ഒരു പാർട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ സ്ട്രിപ്പുകളും തമ്മിൽ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ കംപ്ലീറ്റ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ട്രിപ്പിൻ്റെ ഈ ഒരു വീതിപ്പാടുണ്ടല്ലോ, ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ ജോയിൻ ചെയ്ത പാർട്ട് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ട് നിവർത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് അരികെ ചേർത്തൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. അരികെ ചേർത്ത് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ സ്റ്റിച്ചിട്ട് കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ നല്ല വശത്തിലേക്ക് കുറച്ച് മുന്നോട്ടൊന്ന് തെള്ളി വെച്ചതിന് ശേഷം നമുക്കവിടെ ഫിനിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേപോലെ നമ്മൾ 4 ഇഞ്ചല്ലേ സീം അലവൻസ് ഇട്ടിട്ടുള്ളത്, കൃത്യം ആ 4 ഇഞ്ചിലൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് അരികെ ചേർത്ത് വെച്ച് നെക്കിൻ്റെ ഷേപ്പിൽ നമ്മൾ ഈ ഒരു സ്ട്രിപ്പിനെ നമ്മൾ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കണം. ആ ഷേപ്പിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ ക്രോസിൽ കട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടും. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ, ഇതിനെ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് നമ്മൾ ഈ ഒരു സ്ട്രിപ്പിൻ്റെ അരികിലൂടെ വേണം അടിക്കാൻ. മെയിൻ പീസിലോട്ട് ഈ ഒരു സ്റ്റിച്ചിങ് കൊള്ളിക്കരുത്. ഇതേപോലെ നമ്മൾ ഒന്ന് പതിപ്പിച്ച് വെച്ചൊന്ന് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുക. നമുക്ക് മടക്കി ഹെം ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഹെമ്മിങ് ചെയ്യേണ്ട രീതിയിലൊന്ന് നെക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് നല്ലതാണ്. എന്നിട്ട് നമ്മൾ നെക്ക് ഹെം ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ പതുക്കി വെച്ചൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു നെക്ക് നമ്മൾ ഹെം ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നെക്കിരിക്കും. ഹെമ്മിങ് കഴിഞ്ഞതിന് ശേഷം അയൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റിച്ചിങ് ചെയ്തതിൻ്റെ ആ ഒരു വലിച്ചിലും ഒക്കെ ഒരു പക്ഷേ വരും. ഇങ്ങനെ ബിഗിനേഴ്സിന് ഇങ്ങനെ ചെയ്യുന്ന കുറച്ച് നല്ലതാണ്. ഇനി ആം റൗണ്ട് ഇതേപോലെ കംപ്ലീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ബാക്കി ഹെമ്മിങ് ചെയ്യാവുന്നതാണ്. സ്ലീവ്ലെസ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ആദ്യമേ എല്ലാം ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അയൺ ചെയ്തത് കൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്ങിലാണ് നെക്ക് ഇരിക്കുന്നത്. ഇനി നമുക്കിത് ഹെം ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. കാര്യം പ്രത്യേകിച്ച് നിങ്ങൾ പിന്നെ പിടിച്ചു വെച്ച് കൊടുക്കേണ്ടതായിട്ടൊന്നും വരികയില്ല. അപ്പോൾ നമ്മൾ ബ്ലൗസ് തേണ്ട ഇടിച്ചിട്ടുണ്ട് കണ്ടോ. ഇത്രയും ഫിറ്റിങ്ങിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് എടുത്ത രീതിക്ക് അനുസരിച്ച് നമുക്ക് കിട്ടും കേട്ടോ. ഇതേപോലെ നിങ്ങൾക്കും ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിക്ക് അനുസൃതമായ രീതിയിൽ വേണം ചെയ്യാനായിട്ട് കണ്ടോ. കറക്റ്റ് ആയിട്ട് കണ്ടോ, പോയിന്റ്സ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ട് ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ലൈൻസ് എല്ലാം കറക്റ്റ് മാർക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വ്യത്യാസമായി. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുപോലെ നമ്മുടെ ഓൺലൈൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സ്, പ്രൊഫഷണൽ ടൈലറിംഗ്
ടൈലറിംഗ് കോഴ്സുകൾക്കൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോഴ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരും. ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും ഇരുന്ന് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ നിങ്ങൾക്ക് ബ്ലൗസൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ബോഡി ഫിറ്റിനനുസരിച്ച് ഷോൾഡർ ലൂസ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായിരിക്കും.